ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ധാതുവും അതിൻ്റെ 5 ലകാരങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ധാതു ഏതാണെന്ന് നോക്കിക്കോളൂ. അസുധാതുഹു. അസുധാതുഹു എന്നാണ്. എന്താ അസുധാതു എന്ന് പറഞ്ഞാൽ? ആണ്, ഉണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പുസ്തകമസ്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇവിടെ അസുധാതു ലട്ടിൻ്റെ നോക്കിക്കോളൂ. പ്രഥമ പുരുഷൻ അസ്തി സ്തഹ സന്തി. മധ്യമ പുരുഷൻ അസി സ്തഹ സ്ത. ഉത്തമ പുരുഷൻ അസ്മി സ്വഹ സ്മഹ. അപ്പോൾ ആദ്യത്തെ പ്രഥമ പുരുഷനിൽ നോക്കിയത് അസ്തി സ്തഹ സന്തി. മമ ഭവനം സുന്ദരം അസ്തി. മമ ഭവനം അത് സിംഗുലർ അല്ലേ. അപ്പോൾ മമ ഭവനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് തേർഡ് പേഴ്സൺ ആയി. ഭവനം എന്ന് പറയുമ്പോൾ സുന്ദരമസ്തി, സുന്ദരമാകുന്നു. അപ്പോൾ എൻ്റെ വീട് സുന്ദരമാകുന്നു. അതാണ് പ്രഥമ പുരുഷൻ്റെ വന്നത്. ഇനി ദ്വിവചനം വരുമ്പോഴോ തൗ ഛാത്രൗ സ്തഹ. തൗ 3 എന്താണ്? ദ്വിവചനമാണ്. തൗ സഹ തൗ തേ എന്നില്ല തൗ. ഛാത്രൗ തൗ എന്നപ്പോൾ ഛാത്രൗ ഛാത്ര ഛാത്രൗ. തൗ ഛാത്രൗ സ്തഹ. രണ്ട് വിദ്യാർത്ഥികളാകുന്നു, അല്ലെങ്കിൽ 2 വിദ്യാർത്ഥികളുണ്ട് എന്നൊക്കെ പറയാം. അടുത്ത ബഹുവചനം വന്നപ്പോൾ ഏതാനി ഭവനാനി സന്ധി. ഏതാനി ഭവനാനി സന്ധി. ഇവ വീടുകൾ ആകുന്നു. ഏതാനി ഭവനാനി സന്ധി. ഇനി അതുപോലത്തെ പൂർവസ്യാം ദിശി മേഘാഹ സന്ധി. പൂർവസ്യാം ദിശി കിഴക്ക് ദിക്കിൽ മേഘാഹ സന്ധി. മേഘങ്ങളുണ്ട്, അതുകൂടെ ഉണ്ട്. സന്ധി എന്നുള്ളത് ബഹുവചനം വന്നു. അത് അതിൻ്റെ അർത്ഥം മധ്യമപുരുഷം വന്നു. അസി സ്തഹ സ്ത. ത്വം ബാലിക അസി. ത്വം ബാലിക അസി. നീ ബാലിക ആകുന്നു. അസി. അപ്പോൾ അസി വന്നില്ലേ, ത്വം. അടുത്ത യുവാം ഛാത്രൗ സ്തഹ. യുവാം നിങ്ങൾ 2 പേർ ഛാത്രൗ വിദ്യാർത്ഥികൾ സ്തഹ ആകുന്നു. യുവാം ഛാത്രൗ സ്തഹ. യുയം കെ സ്ത. യു എസ് തായാണ് വരേണ്ടുന്നത്. യുയം കെ സ്ത. നിങ്ങളെല്ലാവരും ആരല്ല എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ യുയം 2 കൂടുതലല്ലേ, അതുകൊണ്ട് ഇവിടെ ബഹുവചനം വന്നപ്പോൾ കെ വന്നു. യുയം കെ സ്തഹ. നിങ്ങളെല്ലാവരും ആരല്ല എന്നുള്ള അർത്ഥത്തിൽ, ആരെല്ലാം ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് അപ്പം ഉത്തമ പുരുഷൻ ഉത്തമ പുരുഷൻ അസ്മി സ്വഹ സ്മഹ. അഹമസ്മി ആവാം സ്വഹ വയം സ്മഹ എന്നാണ് വരേണ്ടുന്നത് അല്ലേ. അഹം യുഷ്മാകം മിത്രം അസ്മി. അഹം ഞാൻ, യുഷ്മാകം നിങ്ങളുടെ, യുഷ്മ ശബ്ദമാണ്, നിങ്ങളുടെ ഷഷ്ടി ബഹുവചനം. യുഷ്മാകം മിത്രം ഫ്രണ്ട്. അസ്തി അസ്മി ആകുന്നു. അഹം യുഷ്മാകം മിത്രമസ്മി. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഭൂധാതുവിൻ്റെ വരുമ്പോഴേ ഏകദേശം ഇതേ അർത്ഥമാണ് വരുന്നത്. ഭവതി ഭവതഃ ഭവന്തി ഭവസി ഭവതഃ ഭവത ഭവാമി ഭവാവഹ ഭവാമഹ. അപ്പോൾ അഹം യുഷ്മാകം മിത്രമസ്മി. ഞാൻ നിങ്ങളുടെ മിത്രമാകുന്നു. അസ്മി. ആവാം കുശലൗ സ്വഹ. സ്വഹ. ആവാം ഞങ്ങൾ 2 പേർ കുശലൗ സുഖമുള്ളവർ ആയിരിക്കുന്നു, ആണ്. അടുത്ത സ്മഹ. വയം ഛാത്രാഹ സ്മഹ. വയം ഞങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു, ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ്. വയം. അപ്പം 3 വന്നില്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത അസുധാതു ലങ്ങാണ്. ലങ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അസുധാതുവിൻ്റെ ലങ് എങ്ങനെ വരുന്നു? ആസീത് ആസ്താം ആസൻ. മധ്യപുരുഷൻ വന്നപ്പോൾ ആസീഹി ആസ്തം ആസ്ത. ഉത്തമ പുരുഷൻ ആസം ആസ്വ ആസ്മ. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണം ശ്രീരാമഃ ദശരഥസ്യ പുത്രഃ ആസീത്. ശ്രീരാമഃ ദശരഥസ്യ പുത്രഃ ആസീത്. അപ്പോൾ ആസീത് വന്നില്ലേ. ശ്രീരാമഃ ദശരഥസ്യ പുത്രഃ ആസീത്. ഇനി അടുത്തത് ദ്വിവചനം വന്നപ്പോൾ രാമ ലക്ഷ്മണൗ. രാമ ലക്ഷ്മണൗ വിശ്വാമിത്രസ്യ
വിശ്വാമിത്രസ്യ ശിഷ്യൗ പിന്നെ വന്നപ്പോൾ ആസ്താം രാമലക്ഷ്മണൗ ലക്ഷ്മണൗ എന്ന് പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ്റെ ശിഷ്യൗ രണ്ടുപേരായാണ് ശിഷ്യൗ ദ്വിവചനം വന്നത്. ശിഷ്യൗ ആസ്താം ശിഷ്യന്മാർ ആയിരുന്നു. അവിടെ ദ്വിവചനമായതുകൊണ്ട് ആസ്താം വന്നു. അപ്പോൾ ആസീത് ആസ്താം കഴിഞ്ഞു. അടുത്ത വന്നപ്പോഴത്തേക്ക് ദ്വിവചനം ബഹുവചനം. അസ്മിൻ ദേശേ ബഹവഃ രാജാനഃ ആസൻ വന്നില്ലേ. അസ്മിൻ ദേശേ ഈ ദേശത്തിൽ ബഹവഃ ധാരാളം രാജാനഃ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ്. അടുത്തത് അപ്പോൾ ആസൻ കഴിഞ്ഞു. അടുത്തത് മധ്യപുരുഷം വന്നപ്പോൾ ആസീഹി ആസ്തം ആസ്ത ത്വം മമ മിത്രം ആസീഹി. ത്വം മധ്യപുരുഷം ത്വമല്ലേ വരേണ്ടത്. ത്വം നീ മമ മിത്രം എൻ്റെ മിത്രൻ ആസീഹി ആയിരുന്നു. ഇപ്പോഴല്ല എന്നാണ്. എൻ്റെ മിത്രം ആയിരുന്നു. ത്വം മമ മിത്രം ആസീഹി എൻ്റെ മിത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദ്വിവചനം വരുമ്പോഴോ യുവാം കൗ ആസ്തം. യുവാം നിങ്ങൾ രണ്ടുപേർ ആരെല്ലാമായിരുന്നു. യൂയം കെ ആസ്ത അതിൻ്റെ ബഹുവചനം നിങ്ങൾ എല്ലാവരും ആരെല്ലാമായിരുന്നു എന്നുള്ളത്. അടുത്ത ഉത്തമപുരുഷം വന്നപ്പോൾ ആസം ആസ്വ ആസ്മ ഹ്യഹ അഹം ഗൃഹേ എന്ന ആസം. ഹ്യഹ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്റ്റർഡേ ഇന്നലെ. അഹം ഞാൻ ഗൃഹത്തിൽ സപ്തമി ഏകവചനം ഗൃഹത്തിൽ ആസം ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്നുള്ള അർത്ഥമാണ് അസുധാത് വരുന്നത്. പക്ഷേ നാ എന്നുള്ള എന്ത് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇല്ല എന്നുള്ള അർത്ഥവും വന്നു. അപ്പം ഹ്യഹ അഹം ഗൃഹേ എന്ന ആസം. അപ്പം അങ്ങനെ ലട്ടും എല്ലാതും കഴിഞ്ഞു. അടുത്ത എന്താ? അസുധാതുവിൻ്റെ ലിറിട്ട് എന്തിനെ കാണിക്കുന്നു? ഫ്യൂച്ചർ ടെൻസിനെയാണ് അല്ലേ, ഭാവി കാലം. അപ്പോൾ പ്രഥമ പുരുഷം വന്നപ്പോൾ ഭവിഷ്യതി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി. മധ്യപുരുഷൻ ഭവിഷ്യസി, ഭവിഷ്യതഃ, ഭവിഷ്യഥ. ഉത്തമപുരുഷൻ ഭവിഷ്യാമി, ഭവിഷ്യാവഹ, ഭവിഷ്യാമഹ. ഞാൻ നേരത്തെ പറഞ്ഞ ഭൂധാതുവിൻ്റെ പറഞ്ഞു. ഭൂധാതുവിൻ്റെയും ലിറിട്ട് ഇതുപോലെയാണ് വരുന്നത്. ഭവിഷ്യതി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി. അസുധാതുവിൻ്റെ ലിറിട്ട് പോലെ തന്നെയാണ് ഭൂധാതുവിൻ്റെ. എന്ന് ഭവിഷ്യത വിൽ ബി എന്നുള്ള അർത്ഥം, ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ഉദാഹരണം ശ്വഹ ബുധവാരഃ ഭവിഷ്യതിയാണ്. ശ്വഹ എന്ന് പറഞ്ഞാൽ എന്താ? ടുമോറോ. ഹ്യഹയാണ് യെസ്റ്റർഡേ. ടുമോറോ. ശ്വഹ ബുധവാരഃ ഭവിഷ്യതി. ബുധനായിരിക്കും, ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ അത് വിൽ ബി വന്നില്ലേ ഭവിഷ്യതി. അതാണ് ഇത്. അതിൻ്റെ ദ്വിവചനം. ബഹുവചനം വന്നപ്പോൾ ജനാഹ ധാർമ്മികാഹ ഭവിഷ്യന്തി. ജനങ്ങൾ ധാർമ്മികരായിത്തീരും. ഭവിഷ്യന്തി വന്നു. ഇനി മധ്യപുരുഷം വന്നപ്പോൾ ഭവിഷ്യസി, ഭവിഷ്യതഃ, ഭവിഷ്യതയാണ്. ത്വം വ്യായാമേന ബലി ഭവിഷ്യസി. ഇവിടെ ത്വമല്ലേ വരുന്നത്. ത്വം നീ വ്യായാമേന വ്യായാമത്താൽ ബലമുള്ള അതായത് ശക്തിശാലി ഭവിഷ്യസി നീ ആയിത്തീരും. ദ്വിവചനം വന്നപ്പോൾ യുവാം ഇവിടെ വരുമ്പോൾ യൂയമായി ആണ്. അടുത്തത് ഇവിടെ യുവ ഇവിടെ യു. അടുത്തത് ഉത്തമപുരുഷൻ ഭവിഷ്യാമി, ഭവിഷ്യാവഹ, ഭവിഷ്യാമഹ. ഇപ്പോൾ ബഹുവചനത്തിന് ഒരു ഉദാഹരണമുണ്ട്. യൂയം കുത്ര ഭവിഷ്യത. നീ എവിടെയായിരിക്കും? അടുത്ത ഉത്തമപുരുഷനിൽ അഹം അധ്യാപിക ഭവിഷ്യാമി. ഇവിടെ ഭവിഷ്യാമി. അഹം ഞാൻ അധ്യാപിക ആയിത്തീരും. ഐ വിൽ ബി എ ടീച്ചർ എന്നുള്ള അർത്ഥത്തിൽ. അഹം അധ്യാപിക ഭവിഷ്യാമി. അതിൻ്റെ ദ്വിവചനം ഭവിഷ്യാവഹ, ബഹുവചനം ഭവിഷ്യത്ത് ആവാം വയം. ഇങ്ങനെയാണ്. അടുത്ത വന്ന അസുധാതു ലോട്ടാണ്. ലോട്ടൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? ആശീർവാദ, അനുഗ്രഹം, അനുവാദം എന്നൊക്കെ കാണിക്കുന്നതാണ്. അതിൻ്റെ അസുധാതുവിൻ്റെ അസ്തു, സ്താം, സന്തു. കുറച്ച് വ്യത്യാസമല്ലേ, മറ്റേത് നല്ല ഒത്തിരി വ്യത്യാസമാണ്. അസ്തു, സ്താം, സന്തു. ഏധി മധ്യപുരുഷം വന്നപ്പോൾ ഏധി, സ്തം, സ്ത.
ഉത്തമ പുരുഷൻ അസാനി, അസാവ, അസാമ. ഇങ്ങനെയാണ് വരുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഛാത്രേഭ്യഃ കല്യാണമസ്തു. ഛാത്രേഭ്യഃ കല്യാണമസ്തു. സർവേ നിരാമയാഃ സന്തു. സന്തു. ആയിക്കോട്ടെ. അപ്പം ഇവിടെ ലോട്ടിൽ ആദ്യത്തെ അസ്തു, സ്ഥാം, സന്തു. ഛാത്രേഭ്യഃ കല്യാണമസ്തു. കല്യാണമസ്തു ചേർത്ത് പറയുമ്പോൾ കല്യാണം പ്ലസ് അസ്തു. ഛാത്രേഭ്യഃ കുട്ടികൾക്കായിക്കൊണ്ട്, ചതുർത്ഥിയല്ലേ, ഛാത്രേഭ്യഃ കുട്ടികൾക്കായിക്കൊണ്ട് കല്യാണമസ്തു. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം, ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഉണ്ടാകട്ടെ എന്നുള്ള അനുഗ്രഹിക്കുന്ന രീതി പറയുകയാണ് അതല്ലേ ലോട്ട്. അടുത്തത് സന്തു വന്നപ്പോൾ ബാലേഭ്യഃ സുവിധാഃ സന്തു, അല്ലെങ്കിൽ സർവേ നിരാമയാഃ സന്തു. സർവേ നിരാമയാഃ. നിരാമയം എന്തോന്നാണ്? ആമയ എന്ന് പറഞ്ഞാൽ ആരോഗ്യം, നിരാമയ എന്ന് പറഞ്ഞാൽ ആമയെന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലായ്മ, നിരായ്മ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉള്ളവർ എന്നുള്ള അർത്ഥത്തിൽ. ആമയം ഇല്ലാത്തവരായി തീരട്ടെ എന്ന് പറഞ്ഞാൽ നിരാമ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉള്ളവരായി തീരട്ടെ. സർവേ നിരാമയാഃ സന്തു, എല്ലാവരും ആരോഗ്യമുള്ളവരായി തീരട്ടെ, അനുഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സന്തു വരുന്ന ബാലേഭ്യഃ സുവിധാഃ സന്തു. ബാലന്മാർക്ക് സുവിധാഃ, എല്ലാ സുവിധങ്ങൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ, ഭംഗിയായി സന്തു സുവിധാഃ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന്, ബാലന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ, സന്തു. അടുത്തത് ഏധി ത്വം യുവാം യൂയമിലാണ് വരുന്നത്. അടുത്ത ഉത്തമപുരുഷൻ അസാനി. അഹം ഇച്ഛാമി യത് മാതൃഭൂമേः സുപുത്രാः വീരാः ച അസാനി. അഹം ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു, യത് മാതൃഭൂമിയുടെ സുപുത്രാः വീരാः ച ഭൂമിയിലുള്ളവർ എങ്ങനെയായിരിക്കണം? സുപുത്രന്മാരും വീരന്മാരും അസാനി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ആയിത്തീരട്ടെ. അപ്പോൾ അഹം വന്നപ്പോൾ അസാനി, അങ്ങനെയുള്ളവർ ആയിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തത് അസുധാതുവിൻ്റെ വിധിലിംഗാണ്. വിധിലിംഗിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്, മറ്റേ ലോട്ട് പോലെ തന്നെയാണ്. ആയിത്തീരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വിധിക്കുക, അല്ലെങ്കിൽ അനുഗ്രഹിക്കുക, സമ്മതം തരിക എന്നൊക്കെയുള്ള അർത്ഥം.
അപ്പം പ്രഥമ പുരുഷൻ വന്നപ്പോൾ സ്യാത് സ്യാതാം സ്യുഹു. ഇത് മറ്റതിൽ നിന്നെല്ലാം വ്യത്യാസമല്ലേ, മറ്റതിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. സ്യാത് സ്യാതാം സ്യുഹു. മധ്യപുരുഷൻ സ്യാഹ സ്യാതം സ്യാത. ഉത്തമപുരുഷൻ സ്യാം സ്യാവ സ്യാമ. അടുത്ത സ്യാത് സ്യാതാം പ്രഥമ പുരുഷനിൽ അദ്യ വൈദ്യുതി സ്യാത്. അദ്യ വൈദ്യുതി സ്യാത്. ഇന്ന് അദ്യ നൗ ഇന്ന് വൈദ്യുതി ഉണ്ടായിരിക്കും, ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ, ഇന്ന് വൈദ്യുതി ഉണ്ടാകട്ടെ, ചിലപ്പോൾ ഇല്ലാതിരുന്നാലോ എന്നുള്ളത് വെച്ചിട്ട് പറയുകയാണ്. ഇന്ന് വൈദ്യുതി ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാകാനുള്ള എല്ലാ അവസരവും ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് മധ്യപുരുഷൻ സ്യാഹ സ്യാതം സ്യാത. താനി പുസ്തകാനി ശോഭനാനി സ്യുഹു. ബഹുവചനം വന്നു. സ്യാത് സ്യാതാം സ്യുഹുയിൽ താനി പുസ്തകാനി ശോഭനാനി സ്യുഹു. ആ പുസ്തകങ്ങൾ, താനിയും പുസ്തകാനിയും ബഹുവചനമല്ലേ, താനി പുസ്തകാനി ആ പുസ്തകങ്ങൾ, ശോഭന നല്ലതായി തീരട്ടെ, നല്ലതായിരിക്കട്ടെ, ആശീർവദിക്കുക, നല്ലതായിരിക്കട്ടെ സ്യുഹു. അടുത്ത മധ്യപുരുഷൻ വന്നപ്പോൾ സ്യാഹ സ്യാതം സ്യാത. രാമ. അത് കഴിഞ്ഞിട്ട് അത് ത്വം വരുമ്പോൾ ത്വം അതിന് അധികം വേണമെന്നില്ല, മനസ്സിലാക്കിയിരുന്നാൽ ത്വം യുവാം യൂയം ഇവിടെ വരും. അടുത്ത ഉത്തമപുരുഷൻ സ്യാം സ്യാവ സ്യാമ. രാമായണേ രാമചന്ദ്ര സദൃശഃ അഹമപി സ്യാം ഇതി അചിന്തയം. രാമായണത്തിൽ രാമചന്ദ്ര സദൃശഃ, രാമചന്ദ്രന് സദൃശൻ, രാമചന്ദ്രന് തുല്യം, ശ്രീരാമചന്ദ്രന് തുല്യം, അഹമപി ഞാനും, സ്യാം ഞാനും ആയിത്തീരട്ടെ, ഇതി അചിന്തയത് എന്ന് അചിന്തയം ചിന്തിച്ചു. ആര്? അഹം വരുമ്പോഴാണ് ഇവിടെ അചിന്തയം വരുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത്, ഒന്ന് സ്യാം മിഥിലിംഗ് വന്നു, അചിന്തയം എന്നുള്ളത് എന്താണ്? അത് പാസ്റ്റ് ടെൻസ് ലങ് ആണ്. അചിന്തയത്ത് അതിൻ്റെ ഉത്തമ പുരുഷനാണ് അചിന്തയം. ഞാൻ ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? രാമായണത്തിൽ രാമചന്ദ്ര സദൃശ, രാമചന്ദ്രനെ പോലെ അഹമപി ഞാനും, സ്യാം ഞാനും ആയിത്തീരട്ടെ, അല്ലെങ്കിൽ ആയിത്തീരട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്തു? ചിന്തിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പിന്നെ ഏകദേശം ഭൂധാതുവിൻ്റെ ലിട്ട് വരുന്നത്, ഭൂധാതുവിൻ്റെ ലിട്ടും അസുധാതുവിൻ്റെ ലിട്ടും ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂധാതുവിൻ്റെ എല്ലാം എഴുതി നോക്കുക. ഭൂധാതു ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. ഭൂധാതു എഴുതി നോക്കുക. ഏതൊക്കെ? ലട്ട്, ലങ്, ലിട്ട്, ലോട്ട്, മിഥിലിൻ. ഇത്രയും നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.